നമുക്കൊപ്പം അതിഥിയായി RLV രാമകൃഷ്ണൻ തന്നെ ചേരുകയാണ് തത്സമയം. നമസ്കാരം, സന്തോഷമുണ്ട്. ആദ്യം തന്നെ ആശംസകൾ നേരുന്നു, അഭിനന്ദനങ്ങളും. അതെ, കേൾക്കാമോ? കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? അതെ, അദ്ദേഹം കലാമണ്ഡലത്തിൽ തന്നെ പഠിച്ചയാളാണ്. അപ്പൊ അതിനുശേഷം അങ്ങോട്ടേക്ക് അധ്യാപകനായി എത്തുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. കൂടാതെ കലാമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുരുഷ അധ്യാപകൻ അങ്ങോട്ടേക്ക് എത്തുന്നു എന്നതിന്റെ മറ്റൊരു ചരിത്രം കൂടി അവിടെ കുറിക്കപ്പെടുകയാണ്. അപ്പോൾ ആ തരത്തിലേക്കൊക്കെ പല രീതികളിൽ ഇത് നമ്മൾ എടുത്തു പറയേണ്ടുന്ന കാര്യം. അത് മാത്രമല്ല അനുജ, അദ്ദേഹത്തിന്റെ ഒരു കടന്നുവരവ്, ഇത്രയും കാലത്തെ അദ്ദേഹത്തിന്റെ ഒരു പോരാട്ടം, അതൊക്കെ അതെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളുമാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശബ്ദം ശരിയാകുന്നത് വരെ ശ്രീ RLV രാമകൃഷ്ണൻ കേൾക്കാമോ? ഗുഡ് ഈവനിങ്. അഭിനന്ദനങ്ങൾ ആദ്യം അറിയിക്കട്ടെ. അഭിനന്ദനങ്ങൾ. പുതിയ റോളിൽ സന്തോഷം. നമ്മൾ 3 പേരുണ്ട് ഇവിടെ. ഞങ്ങളിവിടെ 3 പേരുണ്ട് ന്യൂസ് ഫ്ലോറിൽ. അനുജ, ശ്രീനിത കൃഷ്ണൻ, സ്മിത ഹരിദാസ്. അപ്പൊ നമ്മുടെയും 24 ടീമിന്റെയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ആദ്യം. അപ്പൊ ഇത് തീർച്ചയായും ഒരു ചരിത്രപരമായ നേട്ടം എന്നുള്ള രീതിയിൽ തന്നെ കലാമണ്ഡലത്തിന്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇത് ആദ്യമായാണ് ഇങ്ങനെ ഒരു നിയമനം എത്തുന്നത്. അപ്പോൾ അതിലും വലിയ സന്തോഷം. നമ്മൾ കടന്നു വന്ന വഴികളൊക്കെ തന്നെ നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ തന്നെ പ്രേക്ഷകരും എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിലും നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പലതരത്തിൽ ഈ ഒരു സന്തോഷം അത് ഇരട്ടി മധുരമായി മാറുകയാണ് അല്ലേ? അതെ അതെ അതെ, പറയൂ, ഈ സന്തോഷം ഞങ്ങളോടും പ്രേക്ഷകരോടും സന്തോഷം തന്നെയാണുള്ളത്. വളരെയധികം സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ നാൾ വഴികളൊക്കെ എങ്ങനെ അറിയാലോ. എന്താ പറയുക, പഠനവും പഠന കാലഘട്ടവും ഏറ്റവും എന്താ പറയുക, നമുക്ക് ഈ സമയം ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങളെല്ലാം ആരാധിക്കുന്ന മണിച്ചേട്ടനെയും എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അവർ എനിക്ക് വേണ്ടി ചെയ്തു തന്ന, അല്ലെങ്കിൽ എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുക്കിയ ഓരോ വഴികൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ സന്തോഷം കൊണ്ട് വളരെയധികം സന്തോഷം കൊണ്ട് ഒപ്പം മണിച്ചേട്ടൻ ഇപ്പോൾ ഒപ്പം ഇല്ലാത്തതിൻ്റെ ചെറിയൊരു വല്ലാത്തൊരു ദുഃഖം തന്നെ ഉണ്ട്. കാരണം എല്ലാ വിജയങ്ങളിലും ഓടിച്ചെന്ന് അഭിനന്ദനങ്ങൾ ആദ്യം അറിയിക്കുന്നത് ചേട്ടനെയായിരിക്കും. അപ്പോൾ ചേട്ടൻ്റെ ആദ്യത്തെ അഭിനന്ദനം ഏറ്റുവാങ്ങുന്നത് അത് വലിയൊരു രസമുള്ളൊരു കാര്യമാണ്. കാരണം ചേട്ടൻ അങ്ങനെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ഒരു ഉമ്മൻ തന്ന് കണ്ണീര് പൊഴിക്കുന്ന രംഗമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അപ്പോൾ ഈ നേട്ടത്തിൽ ചേട്ടനില്ല എന്നൊരു ചെറിയ ദുഃഖമുണ്ട്. ഒപ്പം എനിക്കൊപ്പം നിന്ന എല്ലാ ഗുരുക്കന്മാർ, എൻ്റെ വളർച്ചയിൽ എനിക്കൊപ്പം നിന്ന എല്ലാ എന്താ പറയുക, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹോദരിമാർ തുടങ്ങിയിട്ടുള്ള എല്ലാ എൻ്റെ വിഷയസായിട്ടുള്ള എല്ലാവർക്കും ഈ സമയം എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതെ, അതിപ്പോൾ നമുക്കും ശ്രീ കലാഭവൻ മണിയെ ഓർക്കുന്നു അല്ലേ? അതൊരു സത്യമാണ്. സാധാരണക്കാരെ ഇത്രയേറെ സ്നേഹിച്ച, സാധാരണക്കാർ ഇത്രയേറെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരാൾ, മറ്റൊരു താരം മലയാളത്തിൽ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ സമയത്തൊക്കെ ഉണ്ടായിരുന്ന പ്രതികരണങ്ങളും ദുഃഖവും ഒക്കെ നമ്മൾ കണ്ടറിഞ്ഞതാണ്. അപ്പോൾ ഈ നിമിഷത്തിൽ അദ്ദേഹത്തെ ഓർത്തപ്പോൾ നമുക്കും അത് വൈകാരികമായിട്ട് തന്നെ തോന്നുന്നു. അനുജ, അതെ, താങ്കൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് അവിടെ കേരള കലാമണ്ഡലത്തിൽ. PhDയും MPhilഉം അവിടെ തന്നെയാണ് അല്ലേ പൂർത്തിയാക്കിയത്? അതെ അതെ, ഞാൻ 2007 കേരള കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കിയതിന് ശേഷമുള്ള ആദ്യത്തെ MPhil വിത്ത് PhD ഇൻ്റഗ്രേറ്റഡ് കോഴ്സിൽ ഞാനിവിടെ പഠിച്ചിരുന്നു. ഇവിടെ MPhil കഴിഞ്ഞു, ടോപ്പ് സ്കോററായിരുന്നു. തുടർന്ന് ഡോക്ടർ NK ഗീത ടീച്ചറുടെ കീഴിൽ ഞാൻ ഗവേഷണം നടത്തി. 2017 ആണ് ഗവേഷണം സബ്മിറ്റ് ചെയ്തത്. 2018 എനിക്ക് ഡോക്ടറേറ്റ് അവാർഡ് ചെയ്തിരുന്നു കലാമണ്ഡലത്തിൽ നിന്ന്. അങ്ങനെ ഒരു വിദ്യാലയത്തിലേക്ക്, അതായത് സ്വന്തം വിദ്യാലയത്തിലേക്ക് താങ്കൾ അധ്യാപകനായി എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അഭിമാനവും വേറെയാണല്ലോ. ഉണ്ട്. ഞാൻ കുട്ടിക്കാലം മുതലേ തന്നെ എനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ കലാമണ്ഡലത്തിൽ നിന്ന് ഇങ്ങനെ വണ്ടിയിൽ പെർഫോമൻസിനായിട്ട് ആളുകൾ വരും, കുട്ടികളും ടീച്ചേഴ്സൊക്കെ. അപ്പോൾ ഈ കലാമണ്ഡലം വാഹനം കാണുമ്പോൾ ഈ കുട്ടികളൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ് വീണ്ടും ഈ വണ്ടിയിൽ കയറി പോകുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കാറുണ്ട് എങ്ങനെയാണ് കലാമണ്ഡലത്തിലൊന്ന് പഠിക്കാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റാത്തതിലും RLV കോളേജിൽ ഞാൻ പഠിച്ചു.
അവിടെയും അതുമായി ആ കോളേജുമായി ഒരുപാട് സന്തോഷങ്ങളിലൂടെ പഠിച്ചെത്തി. പിന്നീട് കലാമണ്ഡലം എന്നുള്ളത് ഏതൊരു കലാകാരൻ്റെയും സ്വപ്നം തന്നെയായിരിക്കും. കാരണം കലാകേരളത്തിൻ്റെ അമൂല്യമായ ഒരു സ്ഥാപനം തന്നെയാണല്ലോ കലാമണ്ഡലവും. അപ്പോൾ അവിടെ ഒരു കളരിയിലെ അധ്യാപകനാവുക, പ്രത്യേകിച്ച് ചരിത്ര നേട്ടം എന്ന് പറയുന്നത് കലാമണ്ഡലത്തിൻ്റെ ആരംഭത്തിൽ 1930-കൾക്ക് ശേഷം കലാമണ്ഡലം ആരംഭിച്ചപ്പോൾ ഇവിടെ ചെന്നൈയിൽ നിന്നുള്ള ഗുരുക്കന്മാരാണ് രണ്ടുപേരും ഇവിടെ പഠിപ്പിക്കാൻ വന്നിരുന്നത്. എനിക്ക് തോന്നുന്നു മലയാളിയായ ആദ്യ അധ്യാപകൻ അതാണെന്ന് തോന്നുന്നു അല്ലേ? താങ്കളുടെ ചരിത്ര നേട്ടം എന്ന് പറയുന്നത് അതാണ്. അതെ, അല്ല അവരന്ന് സ്ഥിരാധ്യാപകരായിരുന്നില്ല. ആ കാലഘട്ടങ്ങളിൽ അവർ സ്ഥിരാധ്യാപകരായിരുന്നില്ല. ഇപ്പോഴാണ് ഒരു സ്ഥിരം അധ്യാപകൻ ഈ കളരിയിലേക്ക് നിയമിക്കപ്പെടുന്നത് എന്നുള്ളൊരു ചരിത്ര നേട്ടം. അങ്ങനെയാണ് ആ ചരിത്ര നേട്ടത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കലാമണ്ഡലത്തിൽ നേരത്തെ നൃത്തവിഭാഗങ്ങളിൽ പൊതുവെ ആൺകുട്ടികൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പതിയെ കലാമണ്ഡലത്തിൽ ഓരോ നിയമങ്ങൾ മാറി വന്നു. മാത്രമല്ല താങ്കൾ തന്നെ ചരിത്രം തിരുത്തി എഴുതിയിട്ടുണ്ട്. ഏതാനും നാൾ മുൻപാണ് താങ്കൾ അവിടെ കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചത്. അതും ഒരു ചരിത്രമായിരുന്നു. അങ്ങനെ തുടർച്ചയായി ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് താങ്കൾ കലാമണ്ഡലവുമായി ബന്ധപ്പെടുത്തി തന്നെ. അതെ 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 അതെ. ചേട്ടാ നമസ്കാരം, ഞാൻ ശ്രീനിത, ഞാൻ തൃശ്ശൂരുകാരിയാണ്. അപ്പോൾ ചേട്ടൻ്റെ പേരും കലാഭവൻ ചേട്ടൻ്റെ പേരൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമാണ്, അഹങ്കാരമാണ്. സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. എനിക്ക് ചേട്ടൻ്റെ കുറച്ച് ഉപദേശം വേണം. കാരണം ചേട്ടൻ പിന്നിട്ട വഴികളുണ്ടല്ലോ, ആ ചില്ലറ പുള്ളിയൊന്നല്ല കേട്ടോ ഇരിക്കുന്നത്. മോഹിനിയാട്ടത്തിൽ MA, അത് 1ാം റാങ്ക്, പിന്നെ പെർഫോമിംഗ് ആർട്സ്, അങ്ങനെ ഒരുപാട് മേഖലകൾ കൈയടക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ചെറുപ്പത്തിൽ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. അത് ചെറിയ ക്ലാസ്സിൽ അത് അവിടെ നിർത്തി. പിന്നെ എന്തേ പഠിക്കാണ്ടിരുന്നേ, ബാക്കി കണ്ടിന്യൂ ചെയ്യാണ്ടിരുന്നത് എന്തേന്ന് ചോദിക്കുമ്പോൾ സമയം കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ചേട്ടൻ എങ്ങനെയാണ് ഈ ടൈം മാനേജ്മെന്റ് ചെയ്യുന്നത്? എന്നെ പോലുള്ള മടിയന്മാരായ മടിച്ചുകളായ കുട്ടികൾക്കുള്ള ഉപദേശം എന്താണ്? ഒന്നുമില്ല, ജീവിതത്തിൽ വേറെ ഒന്നും ആഗ്രഹമില്ല. കല തന്നെയാണ് ഏറ്റവും വലിയ സ്വപ്നം. അതായത് കിടന്നുറങ്ങുമ്പോഴും ഒരു പക്ഷേ കിടന്നിട്ട് ഇങ്ങനെ കൈയും കാലൊക്കെ എടുത്ത് ഡാൻസ് കളിക്കും. അപ്പോൾ കിടന്നുറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ തന്നെ ഡാൻസ് തന്നെയായിരുന്നു. കലയിൽ ജീവിക്കണം, കല പഠിക്കണം, അത് പുതിയ പുതിയ കാര്യങ്ങളിലൂടെ രംഗവേദിയിൽ അവതരിപ്പിക്കണം. ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും. അതായത് ഒരു ചെറിയ കുട്ടിയെ പോലെ തന്നെയാണ് ഞാനിപ്പോഴും ഒരു ഐറ്റം ചിട്ടപ്പെടുത്തുമ്പോൾ വലിയ വലിയ ഗുരുക്കന്മാരെ വിളിച്ച് ചോദിച്ച് അതിൻ്റെ സംശയങ്ങളൊക്കെ തീർത്ത് അത് രംഗവേദിയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞ് ഓഡിയൻസിനുണ്ടാവും പറയാനായിട്ട്. അതൊക്കെ അഭിപ്രായങ്ങൾ കേട്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസം ഒരു പെർഫോം ചെയ്തപ്പോൾ ചിത്ര സുകുമാരൻ എന്നുള്ള ടീച്ചർ വിളിച്ച് പറഞ്ഞു, കൈകൾ കുറച്ച് നിവർത്തുന്നത് കുറച്ചൊന്ന് ചുരുക്കി പിടിച്ചാൽ നന്നായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ ഓഡിയൻസിൻ്റെയും അഭിപ്രായങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹത്തോടെ വലിയ ഒരു ത്വരയോട് കൂടി തന്നെയാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. ജോലി എന്നത് ഇപ്പോൾ നമുക്കറിയാം, ഒരു ജോലി കിട്ടിയാൽ നമ്മൾ സെറ്റിൽഡ് ആവും എന്നുള്ളതൊക്കെയാണ് ശരിയാണ്. പക്ഷേ എല്ലാത്തിലുപരി എല്ലാവർക്കും ജോലി നേടാൻ കഴിയില്ലല്ലോ. അപ്പോൾ എനിക്ക് ഉപദേശം പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, കലയെ നമ്മൾ ആസ്വദിക്കുക, കലയെ നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ദൈനംദിന ജീവിതത്തിൽ കല പ്രയോഗിക്കുക, അതിലൂടെ നമ്മൾ ആനന്ദം കണ്ടെത്തുക. കല തന്നെയാണ് ജീവിതം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതം കല തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൂടെ കലയെ മാറ്റിയെടുക്കണം. ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ പല വഴിതെറ്റിയ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. മൊബൈലും ഫോണുകളും മറ്റു ആ ലഹരി ഒക്കെയായിട്ട് വഴിതെറ്റി പോകുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, സ്കൂൾ തലത്തിൽ തന്നെ കലകൾ പഠിക്കാനുള്ള സാധ്യത ഇനിയും ഉണ്ടാവണം. അത് ഇനിയുള്ള മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് എന്താ പറയുക, +2 തലത്തിലെങ്കിലും കല ഐച്ഛിക വിഷയമായി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നാളത്തെ ഭാവി വാഗ്ദാനങ്ങളെ വാർത്തെടുക്കാൻ നമുക്ക് ഒരുപാട് ഗുണകരമാകും. അതുകൊണ്ട് നമ്മൾ കലയെ ജീവിതമാക്കി കല ആസ്വദിച്ച് മുന്നേറുമ്പോൾ നമുക്ക് മറ്റൊരു തെറ്റിലേക്കും പോകാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അത് വലിയ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ നിമിഷങ്ങളായിരിക്കും നമുക്ക് തരിക. അതുകൊണ്ട് കലയെ ജീവിത സബരിയാക്കുക എന്നൊരു ഉപദേശം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. അപ്പോൾ ശ്രീനിധിക്കുള്ള ഒരു ഉപദേശം ശ്രീനിധിക്കുള്ളത് മാത്രമായിട്ടല്ല, നമുക്ക് എല്ലാവർക്കും അത് ബാധകമാണ്. കാരണം കലയെ ജീവശ്വാസമാക്കി കൊണ്ട് നടക്കുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് എല്ലാവർക്കും അത് ഉപകരിക്കും. ഒപ്പം അങ്ങേക്ക് ആശംസകൾ. ഒരു പുതിയ തുടക്കമാണ്. അതിന് ഓൾ ദ ബെസ്റ്റ്. നമ്മളുടെ ഈ 24ന്റെ പ്രേക്ഷകരും താങ്കളെ അഭിനന്ദിക്കുന്നുണ്ട്, ആശംസകൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് സന്തോഷമുള്ളൊരു മുഹൂർത്തമാണിത്. എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി. താങ്ക് യു.
24 എന്നും എൻ്റെ ഒപ്പോഴും ഉണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷം. സന്തോഷം, നമുക്കും സന്തോഷം. താങ്ക് യു. അപ്പം അത് തന്നെയാണ് കലയെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇനിയും വരും തലമുറയ്ക്ക്, ഒരുപാട് തലമുറകൾക്ക് ഈ കല പകർന്നു കൊടുക്കാൻ കഴിയുമ്പോൾ അത് അതിലും വലിയ അഭിമാനവും സന്തോഷമാകുന്നു അല്ലേ? അപ്പോൾ ശ്രീനിധിക്കുള്ള ആ ഒരു ഉപദേശം കേട്ടല്ലോ. അതായത് ചിട്ടയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെ കുരുത്തക്കേട് കാണിച്ച് നടന്നാൽ പോരാ എന്നാണ് പറഞ്ഞു വന്നത്.